പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ CPM സംഘടിപ്പിക്കുന്ന ബഹുജന റാലിക്കാണ് അല്പസമയത്തിനകം കോഴിക്കോട് കടപ്പുറത്ത് തുടക്കമാവുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് റാലി ഉദ്ഘാടനം ചെയ്യുന്നത്. നേതാക്കളെല്ലാം അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് ഈ വാർത്തയിലേക്ക് വളരെ വേഗത്തിൽ തന്നെ മടങ്ങിയെത്താം. മറ്റു ചില പ്രധാന വാർത്തകൾ ആദ്യം പരിശോധിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം സജീവമാക്കാൻ ഇടതുമുന്നണി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഈ മാസം 30-ന് തുടങ്ങും. ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും 3 വീതം പരിപാടികളാണ് ഉണ്ടാവുക. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇടതുമുന്നണിയുടെ പ്രചരണം നടക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി പോകുന്നുണ്ട്. ഈ മാസം 30-ന് തിരുവനന്തപുരത്താണ് മുഖ്യമന്ത്രിയുടെ പ്രചരണം ആരംഭിക്കുന്നത്. ഏപ്രിൽ 1-ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ മുഖ്യമന്ത്രി എത്തും. 2-ന് മലപ്പുറത്തും 3-ന് എറണാകുളത്തുമാണ് പ്രചരണം. 4 ഇടുക്കി, 5 കോട്ടയം, 6 ആലപ്പുഴ, 7 മാവേലിക്കര, 8 പത്തനംതിട്ട, 9 കൊല്ലം എന്നിങ്ങനെ പോകും മുഖ്യമന്ത്രിയുടെ പൊതുയോഗങ്ങൾ. 22-നുള്ളിൽ മറ്റ് മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി എത്തും. CAA വിരുദ്ധ പ്രക്ഷോഭം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കത്തിച്ചു നിർത്താനാണ് ഇടതുമുന്നണി തീരുമാനം. ഈ മാസം 27 വരെ 5 ജില്ലകളിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബഹുജന റാലി നടക്കുന്നത്. CAA ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ പ്രചരണം നടത്തുന്നത്. 23 കാസർഗോഡും 24-ന് കണ്ണൂരും 25-ന് മലപ്പുറത്തും 27 കൊല്ലത്തും റാലികൾ നടക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ മണ്ഡലങ്ങളിലും പ്രക്ഷോഭ പരിപാടികളെക്കുറിച്ച് ഇടതുമുന്നണിയും UDF-ഉം ആലോചിക്കുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.